നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇല്ലേ, ഇപ്പൊ പഠിക്കുന്ന ഒരു മെത്തേഡ്, അതായത് നമ്മളൊരു ഹെഡിങ് പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യ പേപ്പറും ഉത്തരവും ഡിസ്കസ് ചെയ്തു പോകുന്നു. ഓക്കെ, ആ രീതിയിൽ തന്നെ അങ്ങ് പോയാൽ മതിയല്ലോ. അല്ല എന്നാ പറ്റുമെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ചോദ്യങ്ങൾ കാണുമ്പോൾ ഇത് എന്നാന്ന് അറിയത്തില്ലാതെ വരും പിള്ളേർ, അത് വേറെ ഒന്നും കൊണ്ടല്ല. ചുമ്മാ അങ്ങ് പഠിപ്പിച്ചു വിടാനാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് തീർന്നു, പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. സോ വി ആർ ഡയറക്ട്ലി ഗോയിങ് ടു ദ ക്ലാസ്. ദർ ഇസ് നോ ടൈം ടു വേസ്റ്റ്. അവർ ഹെഡിങ് ഈസ് കൊളീഷൻ. കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്നാ, ഇവിടെ ഇപ്പം നമുക്കൊരു let's consider the body 1, first body with mass m1. Here we have another body with mass m2. അപ്പം m1 എന്ന് പറയുന്ന മാസ് ഉള്ള ബോഡി u1, ഇനീഷ്യൽ വെലോസിറ്റിന് u എന്ന് എഴുതാം. m2 മാസ് ഉള്ള ഒരു ബോഡി ഉരുണ്ടുകൊണ്ടും ഇരിക്കുവാണ്. ഇത് ഹൈ സ്പീഡിൽ വന്ന് ഇതിനിട്ട് ഇടിക്കും അല്ലേ. u1 u2വിനേക്കാൾ കൂടുതലായാൽ മാത്രമല്ലേ വന്ന് ഇടിക്കുകയുള്ളൂ. ഇത് വന്ന് ഇതിനെ ഇടിച്ചിട്ട് രണ്ടും കൂടെയും ഒരേപോലെ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ m1 ഒരു വെലോസിറ്റി കിട്ടും, m2 ഒരു വെലോസിറ്റി കിട്ടും. അതിനെ നമ്മൾ v1 എന്നും v2 എന്നും എടുക്കും. എന്നാ ഞാൻ പറഞ്ഞത്? ഇങ്ങനെ എക്സാമ്പിൾ സഹിത പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ബിലോ ഫിഗർ റെപ്രസെന്റ് ടു ബോഡീസ് വിത്ത് മാസ് m1 and m2 approaching each other with speed u1 and u2. Let them undergo one-dimensional collision and relative each other with velocity v1 and v2. Show that u1 minus u2 equal to minus v1 minus v2. ഇതാണ് ചോദ്യം. ഇതാണ് അതിന്റെ ഹെഡിങ്. ആ ഹെഡിങ്ങിന് കീഴിൽ വരുന്നതാണ് ഈ ചോദ്യം. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ്, ഇവിടെ വെച്ചാണ് കൊളീഷൻ നടക്കുന്നത്. m1 മാസ് ഉള്ള ഒരു ബോഡി u1 വെലോസിറ്റിയിൽ സഞ്ചരിച്ചാൽ, m2 മാസ് ഉള്ള ഒരു ബോഡി u2 വെലോസിറ്റിയിൽ സഞ്ചരിച്ചാൽ u1 u2വിൽ വന്ന് ഇടിക്കണമെങ്കിൽ ഇതിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കണമല്ലോ. സോ u1 ഈസ് ഗ്രേറ്റർ ദാൻ u2. അങ്ങനെ വന്ന് അത് രണ്ടും കൂടെ കൊളൈഡ് ചെയ്തു, ഓർ കൊളീഷൻ നടന്നു. ഇപ്പൊ നമ്മൾ രണ്ട് വട്ടില്ലേ, ഗോലി എന്ന് പറഞ്ഞ സാധനം, അല്ലെ രണ്ട് ബോള്, ഒരെണ്ണം തറയെ പതുക്കി ഉരുട്ടി വിട്ടു, ഒരെണ്ണം പുറകിൽ നിന്ന് വലിച്ചുരുട്ടി വിട്ടു. ഇടി കൊണ്ട് കഴിയുമ്പം രണ്ടും വൺ ഡയമെൻഷൻ, ഒരേ ഡയറക്ഷനിൽ പോയി. വൺ ഡയമെൻഷൻ അല്ലെ വിളിക്കുന്ന ഒരു മറ്റൊരു പേരാണ് ഹെഡ് ഓൺ കൊളീഷൻ. കേട്ടിട്ടുണ്ടോ? ഹെഡ് ഓൺ കൊളീഷൻ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഹെഡ് ഓൺ കൊളീഷൻ ഓർ വൺ ഡയമെൻഷണൽ കൊളീഷൻ. അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞപ്പം m1 കിട്ടിയ വെലോസിറ്റിയാണ് v1, m2 കിട്ടിയ വെലോസിറ്റിയാണ് v2. നമ്മുടെ ചോദ്യം ഇതാണ്. ഇൻ 2014 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തന്നെ പടം തന്നിരിക്കുകയാണ്. ഇത് ഒരേ ഡയറക്ഷൻ അല്ല കേട്ടോ പടം തരുന്നത്, അത് ഞാൻ അപ്പം പറഞ്ഞുതരാം. 2014 സെയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് 2-3 കാര്യം പറയണം. വാട്ട് ഈസ് കൊളീഷൻ? Collision actually the interaction between two bodies in a short interval of time. അല്ലേ, ഒരു ബോഡിയെ പോയി ഇടിക്കുന്നു. The interaction between two bodies in a short interval of time. ഇപ്പൊ നമുക്ക് പറയാം, ഒരു ബോളെ വന്ന് ഇടിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം ഒരെണ്ണത്തെ വന്ന് ഇടിക്കുന്നത്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൊളീഷൻ എന്ന് വിളിക്കും. അഗെയിൻ കൊളീഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 types, ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. തിയറിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുക്കണ്ട. ഇലാസ്റ്റിക് കൊളീഷൻ ഈസ് വെരി സിമ്പിൾ. മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. രണ്ടും, മൊമെന്റവും കൺസേർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ് കാർത്തി?
കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജിയാണ് നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ് ഇറ്റ് കാൻ വൺ ഫ്രം ടു അനദർ എന്ന് പറയും. ഇതിന്റെ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് മൊമെന്റം ആണെങ്കിൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. രണ്ട് വസ്തുക്കൾ ഇടിക്കുന്നതിന് മുമ്പ് ഓരോന്നിന്റെയും മൊമെന്റം സെപ്പറേറ്റ് അളന്നു, അപ്പൊ കിട്ടിയ m/v. അതിനുശേഷം കിട്ടിയ കൊളീഷന് ശേഷമുള്ള മൊത്തം മൊമെന്റ് m/v എടുത്തു. അപ്പൊ രണ്ടും എങ്ങനെയായിരിക്കണം? തുല്യമായിരിക്കും. സോ ദ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? മൊമെന്റം കൺസർവേഷൻ ഓർ മൊമെന്റം ഈസ് കൺസേർവ്. സിമിലർ വേ ദ കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാണ്? ദ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ദ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് എ ഇലാസ്റ്റിക് കൊളീഷൻ. ഒരു കൊളീഷൻ ഇലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞാൽ മൊമെന്റവും കൺസേർവ്ഡ് ആയിരിക്കണം, കൈനറ്റിക് എനർജി സ്പീഡും കൺസേർവ്ഡ് ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ momentum is conserved but kinetic energy not conserved. എന്ന് പറഞ്ഞാൽ എന്നാ? മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ ആയിരിക്കും. അത് ഇലാസ്റ്റിക് ആണെങ്കിലും ഇനിലാസ്റ്റിക് ആണെങ്കിലും മൊമെന്റം കൊളീഷന് മുമ്പുള്ളത് തന്നെ ആയിരിക്കും ആഫ്റ്റർ കൊളീഷനും. പക്ഷെ ചില കൊളീഷന്റെ കേസിൽ കൈനറ്റിക് എനർജി ബിഫോർ ഉള്ളത് ആഫ്റ്റർ ആവൂല. അങ്ങനെയുള്ളതിനെയാണ് ഇനിലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? വാട്ട് ഈസ് ഇലാസ്റ്റിക് കൊളീഷൻ? മൊമെന്റം മാത്രമേ ഉള്ളൂ ഇലാസ്റ്റിക്കില്. ദ കൊളീഷൻ ഇൻ വിച്ച് ദ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ബോത്ത് ആർ conserved, that type of collision is called elastic collision. In the case of inelastic collision, the momentum is only conserved but the kinetic energy is not conserved. So collision is an interaction between two particles. അതിപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഇടിച്ചിട്ട് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് വൺ ഡയമെൻഷൻ കൊളീഷൻ എന്ന് പറയാം. ഇനി പകരം ഇവിടെ വെച്ച് ഇടിച്ചേച്ച് ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും, m2 ഇങ്ങോട്ട് പോകുന്നു, m1 ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ രണ്ട് ഡയമെൻഷൻ ആയില്ലേ, നീളവും വീതിയായി. അതിന് നമ്മൾ 2 ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറയും. അപ്പൊ the interaction between any two particles is called collision. If u1 is the velocity, u2 is the velocity, these are moving in same direction. If the velocity u1 is greater than u2, then collision is occurred. And the body m1 get another velocity v1 and m2 get another velocity v2. Then the interaction between these two body in a short interval of time that we are called collision. Collision is classified into two, elastic and inelastic. In elastic collision, both the momentum and the kinetic energy are conserved. And in inelastic collision, momentum is conserved but kinetic energy is not conserved. Again, the conservation says that the momentum before collision is equal to after collision. The kinetic energy before collision is equal to after collision. അപ്പം കൊളീഷന് മുമ്പുള്ള m1 m2 u1 u2 തന്നു കഴിഞ്ഞാൽ v1 v2 അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാൻ ചോദിക്കുക. അപ്പം നമ്മളിവിടെ കൊടുക്കുന്ന ഇക്വേഷൻ ആണിത്. m1 u1 plus m2 u2 is equal to m1 v1 plus m2 u2. ഇനി കൈനറ്റിക് എനർജി ആണെങ്കിലോ half m1 u1 square plus half m2 u2 square is equal to half m1 v1 square plus half m2 v2 square. ശരിയല്ലേ? m1 m2 മാസ് ആയിട്ടും u1നെയും u2നെയും ബിഫോർ കൊളീഷന്റെ വെലോസിറ്റി ആയിട്ടും v1നെയും v2നെയും ആഫ്റ്റർ കൊളീഷൻ ആക്കി എടുത്താൽ മൊമെന്റത്തിന് എങ്ങനെ എഴുതാം? m1 u1 പ്ലസ് m1 u1 plus m2 u2 is equal to കൊളീഷന് ശേഷം v1 ഉം v2 വെലോസിറ്റി ഞാൻ പറഞ്ഞു m1 v1 plus
m2 v2 അല്ലേ? ഇനി കൈനറ്റിക് എനർജിയാണ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ഹാഫ് u1 u2 ആയതുപോലെ ഹാഫ് m1 u1 സ്ക്വയർ. വളരെ എളുപ്പമാണ്, ഇത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. m1 u1 സ്ക്വയർ പ്ലസ് half m2 u2 സ്ക്വയർ പ്ലസ് ഈക്വൽ ടു half m1 v1 സ്ക്വയർ പറ പ്ലസ് half m2 v2 സ്ക്വയർ. ഇത്രയും മനസ്സിലായില്ലേ? കൊളീഷൻ എന്താണ്? കൊളീഷൻ 1 ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ ഉണ്ട്. 1 ഡയമെൻഷൻ കൊളീഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നേരെ പോയി ഇടിക്കുന്നത്, അങ്ങോട്ട് തന്നെയാണ് കൊളീഷൻ ഇടിച്ചിട്ട് വന്ന ഡയറക്ഷനിൽ തന്നെ പോകുന്നതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹെഡ് ഓൺ കൊളീഷൻ. The interaction between any two particles in a very short interval of time, that is called collision. This is classified into two, elastic and inelastic. Both momentum and kinetic energy are considered in elastic collision. Momentum is considered in inelastic collision, but kinetic energy is not considered. എന്നിട്ട് അതിന്റെ കൺസർവേഷന്റെ ഫോർമുല എന്നാണ്, അതിന്റെ ഇക്വേഷൻ എന്നാണ്. മനസ്സിലായല്ലോ? എഴുതിയെടുത്തേ. Elastic collision in 1 dimension. D ഞാൻ എഴുതിയുള്ളത് 1 ഡയമെൻഷൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പറയുകയാണ്, m1 മാസ് ഉള്ള ഒരു ബോഡി m2 മാസ് ഉള്ള ഒരു ബോഡി ആയിട്ട് ഇടിച്ചതിന് ശേഷം m1 മാസ് ഉള്ള ബോഡി വേറൊരു വെലോസിറ്റിയിലും m2 മാസ് ഉള്ള ബോഡി വേറൊരു വെലോസിറ്റിയിലും പോവുകയാണ്. സോ ലെറ്റ് കൺസിഡർ m1 ഇങ്ങോട്ട് വന്ന് ഇടിച്ചു, m2 ആയിട്ട് കൂട്ടിയിടിച്ചു. അപ്പൊ ഇവിടെ വെച്ച് കൊളീഷൻ നടന്നു. ഇതിന്റെ ആദ്യത്തെ വെലോസിറ്റി u1 ആയിരുന്നു, ഇതിന്റെ വെലോസിറ്റി u2 ആയിരുന്നു. ഇത് m1 ആണ്, ഇത് m2 ആണ്. കൊളീഷന് ശേഷം ഇതിന്റെ വെലോസിറ്റി v1 ആയി, കൊളീഷന് ശേഷം ഇതിന്റെ വെലോസിറ്റി v2 ആയി. അങ്ങനെയെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞേ എങ്ങനെ എഴുതാം? മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞു. Momentum is conserved, that is momentum before collision is equal to momentum after collision. ഇത്രയും ഒന്നും അറിയണ്ടല്ലോ, ഇത്ര അറിയാലോ. സോ നമുക്ക് എങ്ങനെ എഴുതാം? പറഞ്ഞേ, ഇക്വേഷൻ പറഞ്ഞേ. m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2. സംശയമൊന്നുമില്ലല്ലോ. m1 ഞാൻ കോമൺ ആയിട്ട് എഴുതി. m1 കോമൺ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ m1 ഉള്ള ഒരു വശത്തോട്ട് കൊണ്ടുവരാം, ഒരു സ്റ്റെപ്പോടെ എഴുതാം. m1 u1 പ്ലസ് m1 v1 മൈനസ്, ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. m1 u1 മൈനസ് m1 v1 ഈക്വൽ ടു m2 v2 മൈനസ് m1 u1. ശരിയല്ലേ? ഒന്നും പഠിക്കാനില്ലല്ലോ സ്റ്റെപ്പിലും. ഒന്നും പഠിക്കാനില്ലല്ലോ. കേക്കത്തില്ലേ? ഹലോ, എന്റെ റേഞ്ചിന്റെ പ്രശ്നമാണോ? കാർത്തി, ലക്ഷ്മിക്ക് കേൾക്കാവല്ലോ? ലക്ഷ്മി ഇല്ലേ? ഇപ്പൊ കേക്കാവോ കാർത്തിക്? ഞാൻ മൈക്ക് കൈ പിടിച്ചിരിക്കുക.
ഒട്ടും റേഞ്ച് ഇല്ല അല്ലേ? ക്ലാസ് മാറ്റണോ? വേണ്ട, കുഴപ്പമില്ല. എന്നാ ഇങ്ങനെ ഇരിക്കട്ടെ. M1U1 പ്ലസ് M2U2 ഈക്വൽ ടു M1V1 പ്ലസ് M2V2. Hello, sir. ആ പറഞ്ഞോ. ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല ലക്ഷ്മി. ലക്ഷ്മി വന്നിട്ടുണ്ട്. കാർത്തി ഇപ്പൊ കേക്കാവോ? ഇടയ്ക്കിടയ്ക്ക് എന്തോ താങ്കൾ ഇച്ചിരി റോബോട്ടിക് ആയി പോയി. ചെറുതായി കട്ടായി കേൾക്കുന്നത്. ആണോ? ഞാൻ ജിയോടെ ആ സാധനം ഒന്ന് എടുത്ത് എന്തെങ്കിലും ചെയ്തു നോക്കട്ടെ. ഫെബ്രുവരി 16 വരെ ഉണ്ട്. 40 GB ഡാറ്റാ ബാലൻസ് ഉണ്ട്. അത് മൊത്തം ഇവിടെ ഉണ്ട്. നെറ്റിന് വേറെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ലക്ഷ്മി എന്തെങ്കിലും പറയുന്നുണ്ടോ? ലക്ഷ്മി പറയുന്നത് എനിക്കും കേൾക്കത്തില്ല. വീണ്ടും കേൾക്കത്തില്ല. M1 ഇൻറ്റു ഈ U1 ഇവിടെ ഉണ്ടല്ലോ, മൈനസ് V1 ഇവിടെ ഉണ്ട്. M2 കോമൺ ആക്കി എഴുതിയപ്പോൾ V2 ഇവിടെയുണ്ട്, മൈനസ് U1 ഇവിടെയുണ്ട്. ദാറ്റ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ പറഞ്ഞു ഇതൊരു ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്. കൈനറ്റിക് എനർജി എങ്ങനെ എഴുതുന്ന പറഞ്ഞേ? ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 U2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ. ഇതുപോലെ തന്നെ M ഉള്ളതിന് M1 ഒരു വശത്തേക്ക് കൊണ്ടുവന്ന് ഹാഫ് M1 U1 സ്ക്വയർ മൈനസ് ഹാഫ് M1 V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു M2 ഉള്ളത് അവിടെ നിൽക്കട്ടെ, ഹാഫ് M2 V2 സ്ക്വയർ മൈനസ് ഹാഫ് M2 U2 സ്ക്വയർ. ഹാഫ് M1 കോമൺ അല്ലേ? U1 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് M2 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ. That is taken as equation number 2. അല്ല വേണ്ട, അതിന് ഒരു ഇക്വേഷനോട് നമുക്ക് വേണം. ഈ രണ്ട് വശത്ത് ഹാഫ് ഇല്ലേ, വെട്ടിക്കളയത്തില്ലേ? അപ്പൊ എങ്ങനെയാവും? M1 ഇൻറ്റു U1 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ആ സ്റ്റെപ്പ് ഒന്നുകൂടെ എഴുതണോ? വേണ്ടല്ലോ. ഈക്വൽ ടു M2 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ. ഇതെന്ന് പറയണ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം അല്ലേ? അതിന് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം അല്ലേ? സോ M1 ഇൻറ്റു U1 മൈനസ് V1 ഇൻറ്റു U1 പ്ലസ് V1 ഈക്വൽ ടു M2 ഇൻറ്റു V2 മൈനസ് U2. ഓക്കെ, അതായത് ഹലോ കേൾക്കാവോ? എന്റെ ഹെഡ്സെറ്റ് എങ്ങാനും കൊണ്ട് നശിപ്പിച്ചോ ഇനി കേൾക്കാൻ. ഹലോ ഇത് മനസ്സിലായില്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ എഴുതിയത്. ഈ വശത്താകുമ്പം V2 മൈനസ് U2 ഇൻറ്റു V2 പ്ലസ് U2. അവിടെ വരെ ക്ലിയർ അല്ലേ? അതിന് ഇക്വേഷൻ 2 എഴുതോ.
അങ്ങനെയെങ്കിൽ ഇക്വേഷൻ 2നെ 1 കൊണ്ട് ഹരിക്കുക. അപ്പൊ എങ്ങനെ വരും? m1 u1 മൈനസ് v1 ഇൻറ്റു u1 പ്ലസ് v1 ഡിവൈഡഡ് ബൈ ഇത് m1 ഇൻറ്റു u1 മൈനസ് v1 ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു ഇക്വേഷൻ 2ന്റെ v2 മൈനസ് u2 ഇൻറ്റു v2 പ്ലസ് u2 divided by m2 into v2 minus u1. ശരിയല്ലേ? m1 വിട്ടാലോ? ഇതും വിട്ടാം. പിന്നെ എന്നാ മിച്ചമുള്ളേ? u1 plus v1 equal to u2 plus v2. അല്ലെങ്കിൽ u1 ഒരു വശത്തേക്ക് ആക്കിയാൽ u1 മൈനസ് u2 ഈക്വൽ ടു v2 മൈനസ് v1. ശരിയല്ലേ? u1 മൈനസ് u2. ഒരു സ്റ്റെപ്പോടെ കേൾക്കാവോ? എന്നാ ഇപ്പൊ തീരും, വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് ഒറ്റ സ്റ്റെപ്പോടെ എഴുതിയാൽ തീരുക. സ്റ്റെപ്പ് എഴുതുന്ന കാണത്തില്ലേ? u1 പ്ലസ് v1 ഈക്വൽ ടു u2 പ്ലസ് v2. u1 ഒരു വശത്തോട്ട് കൊണ്ടപ്പോൾ u1 മൈനസ് u2 ഈക്വൽ ടു v2 മൈനസ് v1 ആയി അല്ലേ? ഇനി നോക്കിയേ, v1 ആദ്യം ആക്കാൻ എന്നാ ചെയ്യണം? u1 മൈനസ് u2 ഈക്വൽ ടു ഒരു മൈനസ് കൊണ്ട് ഗുണിച്ചാൽ മതി. മൈനസ് ഓഫ് v1 മൈനസ് v2. അതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. എന്തിന്റെ ഫൈനൽ ഇക്വേഷൻ? ഒരു ഇലാസ്റ്റിക് കൊളീഷൻ നടന്നാൽ ഇലാസ്റ്റിക് കൊളീഷന് മുമ്പുള്ള u1ഉം u2 ആണ് വെലോസിറ്റി എങ്കിൽ, കൊളീഷന് ശേഷമുള്ള വെലോസിറ്റികൾ u2ഉം v2 ആണെങ്കിൽ the relationship between the velocities, ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം പഠിപ്പിച്ചത്. the relationship between the velocities that is equal to എങ്ങനെ കിട്ടും? ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞേ u1 മൈനസ് u2. ഇത് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം അല്ലേ? ഏതാ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം? ശരിക്കും പ്രൂവ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനത്തെ കൊണ്ടേ വെക്കണം. u1 മൈനസ് u2 ഈക്വൽ ടു മൈനസ് ഓഫ് v1 മൈനസ് v2. ശബ്ദത്തിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? സാറേ